ഈ ക്ലാസ്സിൽ നമ്മൾ ഇമെയിലിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇമെയിൽ ഉപയോഗിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം മുഖവുരമില്ലാതെ ഇമെയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും അതിലുള്ള പല ഓപ്ഷൻസ് എന്താണെന്നും അവയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുക. ഇമെയിലിന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് മെയിൽ എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പോസ്റ്റൽ സംവിധാനത്തെ ഉപയോഗിച്ച് മെസ്സേജുകൾ കൈമാറിയിരുന്ന ഒരു കാലം മാറി ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ മീഡിയയിലൂടെ മെസ്സേജസ് കൈമാറുന്ന ഒരു സംവിധാനമാണ് ഇമെയിൽ. അതിന്റെ നേട്ടം അയച്ചു കഴിഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആർക്കാണോ എത്തിക്കേണ്ടത് അവരിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ നേട്ടം. അതുകൂടാതെ അതിനുള്ളിൽ ടെക്സ്റ്റ്, ഇമേജ് മാത്രമല്ല, പിക്ചറും ഡേറ്റയും ഓഡിയോയും വീഡിയോ ക്ലിപ്പും ഒക്കെ നമുക്ക് ആ മെയിലിന് ഉള്ളിൽ മെസ്സേജായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രയോജനമായി കാണാൻ കഴിയുക. ഒരു ആൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു മെയിൽ കൈമാറണമെങ്കിൽ രണ്ടു കൂട്ടർക്കും ഇമെയിൽ അഡ്രസ്സ് അനിവാര്യമാണ്. സാധാരണ പോസ്റ്റൽ സംവിധാനത്തിലും അയക്കുന്ന ആളിനൊരു അഡ്രസ്സ് ഉണ്ടാകും, അത് നിർബന്ധമില്ലെങ്കിലും കിട്ടുന്ന ആളിനൊരു അഡ്രസ്സ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇമെയിൽ സർവീസ് പ്രൊവൈഡർ നൽകിയ ഒരു അഡ്രസ്സ് ഉണ്ടാകണം. ഇമെയിൽ സർവീസ് പ്രൊവൈഡറിന് ഉദാഹരണമാണ് ജിമെയിൽ, റെഡിഫ്മെയിൽ, യാഹൂ മെയിൽ എന്നിവ. അവിടെ അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്രസ് ഉണ്ട്. അതിനെയാണ് ഇമെയിൽ അഡ്രസ് എന്ന് പറയുക. ആർക്ക് അയക്കണം എന്നുള്ള അഡ്രസ്സും നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇമെയിൽ അയക്കാൻ കഴിയത്തുള്ളൂ. ഇമെയിലിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അഡ്രസ്സുകൾക്ക്. ഒന്ന് അതിന്റെ നെയിമിന്റെ ഭാഗവും മറ്റൊന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടും ഏത് സർവീസ് പ്രൊവൈഡർ ആണെന്ന് സൂചിപ്പിക്കുന്ന ഭാഗം. ഒന്നാമത്തെ ഭാഗത്തിന് ഉദാഹരണം പറഞ്ഞാൽ john.doe, അതാണ് ഫസ്റ്റ് ഭാഗം. നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഭാഗം. ഒരു ഇമെയിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പേര് തിരഞ്ഞെടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും ഓൾറെഡി കൊടുത്തിരിക്കുന്ന പേര് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല. അതല്ലാത്ത പേര് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായി വരും. അതിനുശേഷം എന്ന് പറയുന്ന സിംബൽസ് ഉപയോഗിക്കുകയും ആ സിംബൽസ് ഈ നെയിം പാർട്ടിനെയും സർവീസ് പ്രൊവൈഡർ പാർട്ടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സിംബലാണ്. അതിനുശേഷം നമ്മൾ സർവീസ് പ്രൊവൈഡറുടെ ഡൊമൈൻ നെയിമും അവിടെ കൊടുക്കുന്നു. ഇവിടെ john.doe എന്ന് പറയുന്ന പേരും സർവീസ് പ്രൊവൈഡറുടെ അക്കൗണ്ടാണ് ഇമെയിൽ സെർവർ എന്ന് അതിനെ നമ്മൾ പറയും, example.com. അതിനെ കൂട്ടി യോജിപ്പിക്കുന്നു എന്ന് പറയുന്ന സിംബൽ. ഇതാണ് ഒരു ഇമെയിൽ അഡ്രസ്സിന്റെ രൂപമായി നമുക്ക് കാണാൻ കഴിയുക. ഇതുകൂടാതെ ഒരു ഇമെയിൽ വേറൊരു സ്ഥലത്തേക്ക് അയക്കണമെങ്കിൽ പോകണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ അനിവാര്യമാണ്. പക്ഷെ അയക്കുന്ന സമയത്ത് റെസിപ്പിയന്റ്, സ്വീകർത്താവിന് നെറ്റ് കണക്ഷനിൽ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അയക്കുന്ന പോസ്റ്റുകൾ, ഉദാഹരണത്തിന് നിങ്ങൾ പോസ്റ്റ് ഓഫീസിലൂടെ ഒരു ലെറ്റർ അയച്ചാൽ കിട്ടുന്ന ആള് വീട്ടിലില്ല എങ്കിലും അവിടുത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെ പോസ്റ്റ് ബോക്സിനുള്ളിൽ പോസ്റ്റ്മാൻ ലെറ്റർ നിക്ഷേപിച്ചിട്ട് പോവാം. അതിനുശേഷം അദ്ദേഹം വരുന്ന സമയത്ത് ഇത് കണ്ട് ആ ലെറ്റർ ആ ബോക്സിൽ നിന്നും എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇമെയിൽ അയക്കുമ്പോൾ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണം. നമ്മൾ അയക്കുമ്പോൾ നമ്മുടെ ഔട്ട് ബോക്സിലാണ് പോയി കിടക്കുക. അദ്ദേഹത്തിന് ലഭ്യമാകുമ്പോൾ, ഒരാൾക്ക് ആ ഇമെയിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ഇമെയിൽ ബോക്സിന്റെ ഇൻബോക്സിലാണ് കാണുക. സാധാരണ നമ്മൾ നമ്മുടെ ഗേറ്റുകളിൽ സൂക്ഷിക്കുന്ന മെയിൽ ബോക്സുകൾക്ക്, പോസ്റ്റിന്റെ മെയിൽ ബോക്സുകൾക്ക് ഒറ്റ അറയെ ഉണ്ടാകുള്ളൂ എങ്കിലും ഇവിടെ രണ്ടറകൾ വേണ്ടിവരും എന്ന് കാണുന്നു. അയക്കുന്ന അഡ്രസ്സുകൾ, ലെറ്ററുകൾ പോയി കിടക്കാനായിട്ട് ഔട്ട് ബോക്സും വരുന്ന ലെറ്ററുകൾ, മെസ്സേജുകൾ വന്ന് സൂക്ഷിക്കാനായിട്ട് ഇൻബോക്സും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇൻബോക്സും ഔട്ട് ബോക്സും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ അയച്ച മെയിലുകളും വന്ന മെയിലുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്താണ് ഇവയുടെ നേട്ടങ്ങൾ എന്ന് പരിശോധിക്കാം. ഒന്ന്, കൺവീനിയൻസ് ആണ്
ഇമെയിലിന്റെ പ്രധാന നേട്ടം. പോസ്റ്റ് ഓഫീസ് അന്വേഷിച്ച് നടക്കണമെന്നില്ല, സ്റ്റാമ്പ് വാങ്ങണമെന്നില്ല, ഒട്ടിക്കാനായിട്ടുള്ള ഗമ്മ് കണ്ടുപിടിക്കണമെന്നില്ല. ഇത്തരത്തിൽ ഒരു സാധന സാമഗ്രികളും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇമെയിലുകളുടെ പരമപ്രധാനമായ നേട്ടം. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗതയിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇമെയിലുകളുടെ മറ്റൊരു നേട്ടം. മൂന്നാമതായി, ഇവയുടെ ചിലവ് വളരെ തുച്ഛം എന്ന് കാണാനായിട്ട് കഴിയും. കാരണം ലോ കോസ്റ്റ് ആണ്. ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ചെലവില്ലാതെ തന്നെ നമുക്ക് മെസ്സേജുകൾ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. നാലാമത്തെ പ്രത്യേകത റിലയബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് കിട്ടിയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. സാധാരണയായി ഇമെയിൽ അയക്കുന്ന മെസ്സേജുകൾ നഷ്ടപ്പെടാറില്ല എന്ന ചുരുക്കം. അഞ്ചാമതായി അവസാനമായിട്ടുള്ള നേട്ടമായിട്ട് കാണുന്നത് ഗ്ലോബൽ ആൻഡ് ജനറാലിറ്റി ആണ്. ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്, അന്താരാഷ്ട്ര തലത്തിലും അക്സെപ്റ്റ് ചെയ്ത ഒരു സംവിധാനമാണ് ഇമെയിൽ. പിന്നെ നമുക്ക് ജനറൽ ആയിട്ട് എന്തു തരത്തിലുള്ള ഡേറ്റയും നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് കഴിയും. അതൊരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ ആകട്ടെ, പ്രോഗ്രാം ആകട്ടെ, വീഡിയോ ആകട്ടെ, ഓഡിയോ ആകട്ടെ, ഇതെല്ലാം ഈ മെയിലിനോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടമായിട്ട് കരുതാൻ കഴിയുക. ഇനി അതും നേട്ടങ്ങളുണ്ടെങ്കിൽ കോട്ടങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്തൊക്കെയാണ് കോട്ടങ്ങൾ എന്ന് പരിശോധിക്കാം. ഒന്ന്, മിസ് ഡയറക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ അറിയാതെ അബദ്ധവശാൽ ഒരു മെസ്സേജ് വേറൊരാൾക്ക് എത്തിപ്പെടാനായിട്ടുള്ള, അയച്ചു പോകാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മളൊരു പേര് ടൈപ്പ് ചെയ്തപ്പോൾ ഒരക്ഷരം മാറിപ്പോയപ്പോൾ വേറൊരു പേരായി ആ പേരിലേക്ക് മെസ്സേജ് കൈമാറ്റം ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഇതുപോലെ സംഭവിക്കാറുണ്ട്. നമ്മൾ അറിയാതെ ഒരു ഡിജിറ്റ് മാറി തെറ്റി നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റോങ് നമ്പറിലേക്കായിരിക്കും പോവുക. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിലേക്ക് മിസ്ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇമെയിലിനകത്ത് കാണുന്നു. ഒറ്റ ക്ലിക്കിൽ എല്ലാം സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമതായിട്ടുള്ള കോട്ടം എന്ന് പറയുന്നത് ഇന്റർസെപ്ഷൻ എന്നുള്ളതാണ്. ഈ ഡ്രോവേഴ്സ്, ചില ആൾക്കാർ ഒളിഞ്ഞിരുന്ന് നമ്മളുടെ മെസ്സേജുകൾ കേൾക്കാൻ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും കേട്ടിട്ടില്ലേ ടെലിഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുന്നത്. അതുപോലെ ചില സീക്രട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒളിഞ്ഞിരുന്നും കൊണ്ട് നമ്മൾ അയക്കുന്ന മെസ്സേജുകളും വരുന്ന മെസ്സേജുകളും പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വളരെ ചുരുക്കമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുള്ളൂ എങ്കിലും അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി പരിഗണിക്കാം. മൂന്നാമതായിട്ട് ഓവർ സ്പീഡ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. പലപ്പോഴും സ്പീഡ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആകാൻ കാരണം വളരെ വേഗതയിൽ ബൾക്കായിട്ട് മെയിലുകൾ പല ആൾക്കാർക്ക് വായിക്കാനായിട്ട് കഴിയും. ചില വൈറസ് ഒക്കെ കയറി ചിലപ്പോൾ കണ്ടില്ലേ നമ്മുടെ വളരെ വേഗതയിൽ നമ്മുടെ ഇൻബോക്സും ഔട്ട് ബോക്സും ഒക്കെ നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരാം. ഫ്ലഡ് ഓഫ് മെയിലുകളുടെ ഒരു ആധിക്യം ഉണ്ടാകുന്നു. അത് പലപ്പോഴും ഡിസഡ്വാൻറ്റേജ് ആയി മാറുന്നു. ആധിക്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോക്സ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ മെസ്സേജുകൾ സ്വീകരിക്കാൻ കഴിയത്തില്ല. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ സംജാതമാകുന്നു എന്നുള്ളതാണ്. നാലാമതായി ജങ്ക് മെയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴവയെ ചില പ്രൊവൈഡേഴ്സ് അതിനെ സ്പാമായിട്ട് കരുതുന്നു. ജങ്ക് ആയിട്ടുള്ള മെയിൽ നമ്മൾ വിചാരിക്കാതെ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ആവശ്യമുള്ള ഇൻഫർമേഷനോടൊപ്പം ചേർത്ത് അയക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ലെറ്റർ ഒരാൾക്ക് അയക്കുന്നു, വഴിയിൽ വെച്ച് ഒരാൾ ആ ലെറ്റർ ടാപ്പ് ചെയ്തിട്ട് അതിനകത്ത് മറ്റു പല സാധനങ്ങളും കുത്തിത്തിരുക്കി അയക്കുന്നു എന്ന് കരുതുക. അത്തരം സംവിധാനത്തെയാണ് ജങ്ക് മെയിൽ എന്ന് പറയുക. ഇത്തരം പ്രോസസ്സുകളെ ഒരേ ആൾക്കാർ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ജങ്കായിട്ടുള്ള മെയിൽ അയക്കുന്ന പ്രോസസ്സിനെയാണ് സ്പാമിംഗ് എന്നറിയപ്പെടുന്നത്. അഞ്ചാമതായി അവസാനത്തെയുമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് നോ റെസ്പോൺസ് ആണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ മെസ്സേജ് അയക്കും, ഇമെയിൽ അയക്കും, റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ വിചാരിക്കും നെറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, അയാൾക്ക് കിട്ടിക്കാണത്തില്ല, മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും എന്ന്. പക്ഷെ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അക്നോളജ് ചെയ്തില്ല എങ്കിൽ, ആ മെയിൽ അക്നോളജ് ചെയ്തില്ല എങ്കിൽ നമുക്കറിയാൻ കഴിയത്തില്ല, ഇത് കഴിഞ്ഞു പോയി എന്ന് കരുതാൻ കഴിയത്തില്ല. അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള അക്നോളജിങ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ റെസ്പോൺസ് വന്നില്ല എങ്കിൽ നമുക്കറിയാൻ കഴിയില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി കാണാം. ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് നമുക്ക് ഇമെയിൽ സംവിധാനത്തിലേക്ക് തിരിച്ചു പോകണം. നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഒരു ഇമെയിൽ സംവിധാനം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ എൻ്റെ അക്കൗണ്ട്, എൻ്റെ ഇമെയിൽ അഡ്രസ് റെഡിഫ് മെയിൽ ആണ്. അതുകൊണ്ട് ഞാൻ www.rediff.com എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ വരുന്നു. അവിടെ റെഡിഫ് മെയിൽ എന്നുള്ള ഐക്കൺ കാണുന്നു, മെയിലിന്റെ സിമ്പൽ കാണുന്നു. ആ സിമ്പൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും സിസ്റ്റം ചോദിക്കുന്നു. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്ന നെയിമാണ്. പാസ്വേഡ് നിങ്ങളുടെ ബോക്സ് തുറക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കീ ആണ് പാസ്വേഡ് സൈൻ ഇൻ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോക്സ്, ഇമെയിൽ ബോക്സ് തുറക്കാനായിട്ട് കഴിയുന്നു. ഞാൻ എൻ്റെ ബോക്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ബോക്സിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പോലെ നിങ്ങളുടെ ഇടതുവശത്തായി നിങ്ങൾക്ക് കുറെ ഐക്കൺസ് കാണാനായിട്ട് കഴിയും. അവ ഏതാണെന്ന് പരിശോധിച്ചാൽ റൈറ്റ് മെയിൽ എന്നുള്ള ഐക്കൺ ഉണ്ട്, ഇൻബോക്സ് ഉണ്ട്, ബൾക്ക് എന്നുണ്ട്, ചങ്ക് ഉണ്ട്, സെൻഡ് ഉണ്ട്, ട്രാഷ്, ഡ്രാഫ്റ്റ്, അത്തരത്തിൽ പിന്നെ കുറെ അധികം ഐക്കൺസ്, നമുക്ക് മെനു ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി അടുത്തുള്ള മിഡിൽ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡെലീറ്റ്, സ്പാം, മൂവ് മെയിൽ, റീഡ് ഓർ അൺറീഡ്, ലാസ്റ്റ് അപ്ഡേറ്റഡ്, ഇത്രയും ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഒരു മെയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ മെയിൽ നിങ്ങൾക്ക് ഇവിടെ ബോൾഡ് ആയിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ എനിക്ക് മെയിലൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ബോൾഡായിട്ട് കാണാൻ കഴിയാത്തത്. അത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ബോക്സ് കാണാം. ആ ബോക്സിനെ എനിക്ക് സെലക്ട് ചെയ്യാം, ഡീസെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സപ്പോസ് ഒരു മെയിൽ ഡെലീറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡെലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലീറ്റ് ആകും. അങ്ങനെ ഏതെങ്കിലും മെയിൽ നമുക്ക് പ്രത്യേകമായി സെലക്ട് ചെയ്ത് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഈ ചെക്ക് ബോക്സ്. അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വീണ്ടും ഇവിടെ ഈ മെയിലുകളെല്ലാം തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത മെയിലുകൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിമ്പൽ കാണുന്നത്. ഞാൻ ഓപ്പൺ ചെയ്യാത്ത മെയിൽ ആയിരുന്നുവെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്ന ഇമെയിൽ ബോക്സിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു സിമ്പൽ കാണുമായിരുന്നു. അത് നിങ്ങൾക്ക് പിന്നെ പരിചയപ്പെടാം. മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുക ആരാണ് നിങ്ങൾക്ക് മെയിൽ അയച്ചത്, അയാളുടെ യൂസർ നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുരുക്കെഴുത്ത് എൻ്റെ ഇതിൽ കുറെ അധികം മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിലുകൾ, നേരത്തെ വന്നുള്ള മെയിലുകൾ ആരയച്ചെന്ന് എനിക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. ഇനി അടുത്ത് കാണുന്നത് അദ്ദേഹം ടൈപ്പ് ചെയ്തപ്പോൾ, മെയിൽ അയച്ചപ്പോൾ ആ മെയിലിന് അദ്ദേഹം കൊടുത്ത സബ്ജക്റ്റ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രപ്പോസൽ, പവർ പോയിന്റ്, മാർവാനീസ് നോട്ട്, കോഴ്സ് സ്ട്രക്ചർ, അത്തരത്തിൽ പല മെസ്സേജസിലും വന്ന ടൈറ്റിൽസ് എനിക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇനി എനിക്ക് ലാസ്റ്റിൽ എനിക്ക് എപ്പോഴാണ് ഈ മെയിലുകൾ കിട്ടിയത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം എന്ന് കാണാനായിട്ട് കഴിയും. ഇപ്പൊ എല്ലാവർക്കും ഒരു ഇമെയിൽ ബോക്സ് എങ്ങനെ തുറക്കുന്നത് എന്ന് മനസ്സിലായി കാണും. ഇനി എനിക്ക് സപ്പോസ് എനിക്കൊരു മെയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഇഷ്ടമുള്ള മെയിൽ, ഞാൻ ഈ രണ്ടാമത്തെ മെയിൽ ഓപ്പൺ ചെയ്യുന്നു. അതിന്റെ മുന്നിൽ ഞാൻ കർസർ കൊണ്ട് വയ്ക്കുമ്പോൾ അതിന് എനിക്ക് ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള സിമ്പൽ വരുന്നു. ഞാൻ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് മെസ്സേജ് ഓപ്പൺ ചെയ്ത് കിട്ടുന്നു. മാർവാനീസ് നോട്ട് എന്ന് കാണുന്നു, 1 അറ്റാച്ച്മെന്റ് എന്ന് കാണുന്നു. അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓപ്പൺ ചെയ്യാം. ഞാനത് ഓപ്പൺ ചെയ്ത് തൽക്കാലം കാണിക്കുന്നില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ എടുക്കാനായിട്ട് കഴിയും. ഇതിന്റെ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഇവിടെ കാണും, മാർവാനീസ് നോട്ട് എന്ന് പറയുന്നത്. ഫ്രം അഡ്രസ്, എവിടെ നിന്നാണ് വന്നത്, AC82.Kerala University ജിമെയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓൺ തേഴ്സ്ഡേ 15 ഒക്ടോബർ 10:21 ഈ മെയിൽ വന്നിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി ഇത് ആർക്കൊക്കെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു യു ആൻഡ് 337 പേർക്ക് അയച്ചിട്ടുണ്ട്. ഞാനല്ലാതെ 137 ആൾക്കാർക്ക് ഈ മെയിൽ പോയിട്ടുണ്ട് എന്ന് സാരം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇതാണ് ഇത് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് ഒരു മെയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് പോകാൻ കഴിയും. റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ മെയിൽ അയച്ച ആളിന് റിപ്ലൈ കിട്ടും. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മെയിൽ വന്നിരിക്കുന്നത്. എവിടെ നിന്നാണോ, ഫ്രം ഏത് അഡ്രസ്സിൽ നിന്നാണോ ഈ മെയിൽ എനിക്ക് വന്നത്, ആ മെയിൽ അഡ്രസ്സിലേക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കാം. റിപ്ലൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടോ, ആർക്കൊക്കെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ റിപ്ലൈ മെയിൽ പോകും. ഞാൻ അയക്കുന്ന റിപ്ലൈ തിരികെ കിട്ടും. അതുകൊണ്ട് അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അയക്കും. ഇനി ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെയിൽ വന്നു, മറ്റൊരാൾക്ക് മറ്റൊരു മെയിലിലേക്ക് എനിക്ക് ഇത് അയച്ചു കൊടുക്കണം. ഒരാൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് വന്ന ഈ മെയിൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരാമോ. അത്തരത്തിൽ ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഫോർവേഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് ഉൾപ്പെടെ ചെയ്യണമെങ്കിൽ ഫോർവേഡ് ആസ് അറ്റാച്ച്മെന്റ് നമുക്ക് കൊടുക്കാം. പിന്നെ മൂവ് മെയിൽ ചെയ്യുന്നത്, ഈ മെയിൽ എനിക്ക് ട്രാഷിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാം. ഇമെയിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇതിനെ സ്പാമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ അതിന് മാർക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മെയിൽ പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാനായിട്ട് കഴിയും. ഇത്തരത്തിൽ
വിവിധ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇതിൽ ഉണ്ട് എന്ന് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഇൻബോക്സ്. ഞാൻ ഇതിന്റെ ബാക്കിലേക്ക് പോയി കഴിയുന്നു. ബാക്കിലേക്ക് പോയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്കൊരു പുതിയ മെസ്സേജ് വന്നു. പുതിയ മെസ്സേജ് വന്നപ്പോൾ ഇവിടെ കണ്ടോ, സിമ്പൽ മാറി. ഈ സിമ്പൽ അല്ല ഇവിടെ കാണുന്നത്, ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത ഒരു സിമ്പലാണ് കാണുന്നത്. ബോൾഡായിട്ട് മെസ്സേജ് വന്നു. മെസ്സേജ് വന്ന സമയം 4:52 എന്ന് കാണുന്നു. അങ്ങനെ എനിക്ക് ഈ മെസ്സേജ് ലഭ്യമായി. ഇതെനിക്ക് ഇപ്പൊ വന്ന മെസ്സേജാണ് 4:52. ഞാൻ തൽക്കാലം തുറക്കുന്നില്ല. നേരത്തെ വന്നതുപോലെ തന്നെയാണ്. തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് വായിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മെയിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. റീഡിങ് എ മെയിൽ എന്തെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി റൈറ്റിംഗ് എ മെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. റൈറ്റിംഗ് എ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് റൈറ്റ് മെയിൽ. അല്ലെങ്കിൽ ചില മെയിൽ സർവീസ് പ്രൊവൈഡേഴ്സിന് എനിക്ക് തോന്നുന്നു ജിമെയിലിനകത്ത് കമ്പോസ് മെയിൽ എന്നായിരിക്കും കാണുക. ഞാൻ റെഡിഫ് മെയിൽ ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് എൻ്റെ ഇമെയിൽ അക്കൗണ്ട് റെഡിഫ് മെയിൽ ആയതുകൊണ്ട് എൻ്റെ സർവീസ് പ്രൊവൈഡർ റെഡിഫ് ആണ്. അത് റെഡിഫുകാര് റൈറ്റ് മെയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് നൽകുന്നത്. രണ്ടും പർപ്പസ് ഒന്ന് തന്നെയാണ്. റൈറ്റിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് റൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. ആർക്കാണ് എനിക്ക് മെസ്സേജ് അയക്കുക, ആ മെസ്സേജിന് ഇവിടെ കൊടുക്കുക. ഞാൻ എനിക്ക് തന്നെ മെസ്സേജ് അയക്കുന്നു എന്ന് കരുതുക. ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തു gladstone@rediffmail.com. ഞാൻ സബ്ജക്റ്റ് അയക്കുന്നു, ടെസ്റ്റ് മെയിൽ എന്ന് അയക്കുന്നു. ടെസ്റ്റ് മെയിൽ എന്ന് അയക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു, ടെസ്റ്റ് മെയിൽ അവിടെ വരുന്നു. പിന്നെ എനിക്ക് ബോൾഡ് ആക്കാം. ഈ മാറ്റർ ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ അഡ്രസ്സ് ആക്ച്വലി ഞാൻ അഡ്രസ് സ്റ്റാമ്പായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അയക്കുന്ന എല്ലാ മെസ്സേജുകളിലും ഈ അഡ്രസ് സ്റ്റാമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ ഈ വീഡിയോയിലൂടെ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ട് അതിലാവശ്യമായ സാധനങ്ങൾ മാത്രമേ കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത്തരത്തിൽ എനിക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുക, ടെസ്റ്റ് മെയിലായിട്ട് അയക്കുക. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം നിങ്ങൾക്ക്. ഓക്കെ, ബോൾഡ് ആക്കുന്നു. ഇറ്റാലിക്സ് എങ്കിൽ ഇറ്റാലിക്സ്, അണ്ടർലൈൻ. അപ്പോൾ വേർഡിലുള്ള അത്യാവശ്യം കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ്. ഇത് സർവീസ് പ്രൊവൈഡർ അനുസരിച്ച് ഈ ഓപ്ഷൻസ് എൻ്റെ അവൈലബിലിറ്റി കൂടും കുറയും, അതെനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇനി വരുന്നത് +CC BCC എന്ന് പറയുന്നതാണ്. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കോപ്പി എന്നുള്ളതാണ്. BCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നുള്ളതാണ്. CC BCC കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മെയിൽ ഒരാൾക്ക് അയക്കുമ്പോൾ അതിന്റെ ഓഫീസ് കോപ്പി ഓഫീസുകളിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ എനിക്ക് എന്നിലേക്ക് അയക്കുന്ന മെസ്സേജ് വേറൊരാൾക്ക് കൂടെ അയക്കണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് CC എന്ന് അയച്ചു കഴിഞ്ഞാൽ കാർബൺ കോപ്പി ആയിട്ട് അയക്കും. ബ്ലൈൻഡ് കാർബൺ എപ്പോഴാണെങ്കിലും എനിക്ക് ആരാണ് അയച്ചതെന്നുള്ള ആർക്കൊക്കെ ഈ മെയിൽ പോയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ CCയിൽ വെച്ച് അയച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് നിങ്ങൾ അഡ്രസ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ അയക്കുന്ന ആൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റാർക്കൊക്കെ അയച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അദ്ദേഹത്തിന് ലഭ്യമാകില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് അയക്കുന്ന ഇൻഫർമേഷൻ മറ്റാരും അറിയണ്ട എന്ന് കരുതണമെങ്കിൽ 100 പേർക്ക് അയക്കുന്നു, ബാക്കി 99 പേരും അറിയണ്ട എന്നുണ്ടെങ്കിൽ BCCയിൽ കൊടുക്കുക. എല്ലാവരും അറിയണമെങ്കിൽ CCയിൽ തന്നെ കൊടുക്കുക. കാർബൺ കോപ്പി. BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഞാൻ സബ്ജക്റ്റ് എഴുതി ടെക്സ്റ്റ് മെയിൽ, എനിക്ക് അയക്കേണ്ട മാറ്റർ എല്ലാം ചേർത്തു. ഇനി എനിക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെയുണ്ട്, അറ്റാച്ച് എന്ന് പറയുന്നത്. അറ്റാച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയോ ഓഡിയോയോ ടെക്സ്റ്റ് ഫയലോ എന്താണോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്, PDF-ഓ എന്താണ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്, ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്താണോ അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഇൻഫർമേഷൻ ഇന്റർനെറ്റ് ആൻഡ് ഇന്റർനെറ്റിനെ അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, അറ്റാച്ച് ചെയ്ത ഫയൽ ഇവിടെ വരുന്നു. 91.36 KB ആണ് ഈ ഫയൽ എന്ന് കാണിക്കുന്നു. ഇൻട്രാനെറ്റ് വേഴ്സസ് extranet.pdf ആൻഡ് ഫയൽ നെയിം എന്ന് കാണിക്കുന്നു. ഇത്രയും രേഖപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും. ഇത്രയും രേഖപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് സേവ് ചെയ്ത് വെക്കാൻ കഴിയും. ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ കഴിയും. സേവ് ചെയ്തിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് കഴിയും. അതല്ല അയക്കണമെങ്കിൽ ഇപ്പം തന്നെ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് പ്രസ് ചെയ്താൽ മതിയാകും. എനിക്ക് ഈ മെസ്സേജ് അയക്കണമെങ്കിൽ ഞാനത് കൊടുക്കുന്നു, സെൻഡ് കൊടുക്കുന്നു. സെൻഡ് ഇൻഫർമേഷൻ പോയി. ഇത് എനിക്ക് തന്നെയാണ് ഞാൻ അയച്ചത്. അതുകൊണ്ട് തന്നെ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഇമെയിലിലേക്ക് അത് വരും. എൻ്റെ ഇമെയിലിലേക്ക് വന്നെന്ന് അറിയാനായിട്ട് ഞാൻ ഇമെയിൽ ഇൻബോക്സ് കൊടുത്താൽ മതി. ഇപ്പോഴും മെസ്സേജ് വന്ന് ഡോക്ടർ ഗ്ലാഡ്സ്റ്റൺ ടെക്സ്റ്റ് മെയിൽ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് വരും. അറ്റാച്ച്മെന്റ് ഇല്ല, ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് വേഴ്സസ് എക്സ്ട്രാനെറ്റ്.
ഞാൻ ടൈപ്പ് ചെയ്ത മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്. ഇത് ഞാൻ ബോൾഡാക്കി ലെറ്റർ വലുതാക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത എൻ്റെ അഡ്രസ് സ്റ്റാമ്പ് അതുപോലെ വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇനി നമ്മൾ തിരിച്ച് ഇൻബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇത് മാത്രമേ ബോൾഡായിട്ട് കിടക്കുന്നുള്ളൂ. ഇത് ഞാൻ വായിക്കാത്ത മെയിലായതുകൊണ്ട് അത് ബോൾഡായിട്ട് കിടക്കുന്നു. ബാക്കി വായിച്ചു കഴിഞ്ഞ മെയിലൊക്കെ ബോൾഡ് മാറുന്നു എന്ന് കാണാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് ബൾക്ക് മെയിൽസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്, വലിയ ലാർജ് ഫയൽസ് നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ബൾക്കിൽ ക്ലിക്ക് ചെയ്താൽ അറിയാം. എനിക്ക് ബൾക്ക് മെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ ബൾക്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇത്രയും മെയിൽസ് നിങ്ങൾക്ക് ബൾക്ക് മെയിൽ വന്നിട്ടുണ്ട് എനിക്ക്. ഇനി ജങ്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ജങ്കിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ജങ്ക് മെയിൽസ് എത്രമാത്രം നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് സെൻഡ് മെയിൽസ് അറിയണമെങ്കിൽ, നിങ്ങൾ ഇന്ന് അയച്ച മെയിൽ പോയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ സെൻഡിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. നിങ്ങൾ അയച്ച മെയിലുകളുടെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. ഞാനിപ്പോൾ അവസാനം അയച്ച മെയിൽ ഗ്ലാഡ്സ്റ്റോൺ മെയിൽ എനിക്ക് തന്നെ അയച്ചതാണ്. ടെസ്റ്റ് മെയിൽ 4:56 അയച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതെ, അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്, അത് പോയിട്ടുണ്ട്. ഇനി എനിക്ക് ത്രാഷിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. ഡ്രാഫ്റ്റ് ഏതെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ കഴിയും. അത്തരത്തിൽ വിവിധ ഓപ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊന്നും ഈ സിലബസിൽ നമ്മൾ കൂട്ടിച്ചേർക്കണമെന്നില്ല. സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മെയിൽ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെയിൽ കമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെയിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയുക, അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ജങ്ക് എന്ന് പറയുന്ന മെയിൽ എന്താണ്, അങ്ങനെ പരീക്ഷയ്ക്ക് അത്തരത്തിൽ എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് കഴിയും. ഒരു മെയിലിന് എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത്, ഒരു മെയിൽ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് സിലബസിലൂടെ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി ഈ വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു. എൻ്റെ ഈ മെയിലൂടെ ഡിലീറ്റ് ചെയ്തുകൂടെ കാണിക്കാം. ഇതിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ആർ യു ഷുവർ യു വോണ്ട് ടു ഡിലീറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ എന്ന് കൊടുത്തു കഴിയുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അയച്ച അവസാനത്തെ മെയില് സെൻഡ് മെയിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇമെയിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഇൻബോക്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക, ചോദിക്കും ഡിലീറ്റ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത്തരത്തിൽ ഈ വീഡിയോ കണ്ട് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.